വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ ശരീരഭാഗങ്ങളുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. തിരിച്ചറിയാത്ത 7 ശരീരഭാഗങ്ങളാണ് സംസ്കരിക്കുന്നത്. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം സൈന്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു മടങ്ങി. സംസ്ഥാന സർക്കാരിൻ്റെ മാതൃകാപരമായ ഏകോപനത്തിന് നന്ദിയെന്ന് സൈന്യം പ്രതികരിച്ചു. സന്തോഷ് ചേരുന്നു. സന്തോഷ്, അവിടെ ശരീരഭാഗങ്ങളുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള നടപടികളും ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. മന്ത്രിമാരടക്കമുള്ളവർ ഇന്ന് എത്തുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അറിയില്ലല്ലേ ഷമി, നേരത്തെ നമ്മൾ 7 ശരീരഭാഗങ്ങൾ എന്നുള്ള അറിയിപ്പായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു മൃതദേഹവും 6 ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കാനായി എത്തുന്നത് എന്ന് അല്പസമയം മുമ്പ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഈ ചാലിയാറിൻ്റെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയതിൽ നിന്നും കിട്ടിയ ഒരു മൃതദേഹമാണ് ഇതിനോടൊപ്പം ഉള്ളത്. 4:30 ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ ഹാരിസൺ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഈ പ്രത്യേക ശ്മശാനത്തിൽ നടക്കും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ മന്ത്രിമാരുണ്ടായിരുന്നു. ഇന്ന് മന്ത്രിമാരെത്തുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. അതേസമയം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകരും വിവിധ വകുപ്പിൻ്റെ ആളുകളുമെല്ലാം തന്നെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ തിരച്ചിലിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുള്ള തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ അവരെ പക്ഷേ എല്ലാവിധത്തിലുള്ള ആദരവോടും കൂടിയാണ് സംസ്ഥാന സർക്കാർ യാത്രയാക്കുന്നത്. ആരോരും ഇല്ലാത്തവർ എന്നുള്ള രീതിയിലല്ല, ഒരുപാട് പേർ ഉള്ളവർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം സർവ്വമത പ്രാർത്ഥന, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളത് അറിയില്ല, ഒരുമിച്ചാണ് എല്ലാവരും മണ്ണിലേക്ക് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവ്വമത പ്രാർത്ഥനയാണ് കൂടിയാണ് അവരെ യാത്രയാക്കുന്നത്. മാത്രമല്ല അതിനുശേഷം പോലീസ് അവർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നുണ്ട്. പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ആദരം നൽകുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവിധ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഈ ഉരുൾപൊട്ടലിൽ ഈ ദുരന്തത്തിൽ വിട്ടുപോയവർക്ക് നാട് യാത്രയയപ്പ് നൽകുന്നത്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇവരെ ഈ ഒരു ശരീരഭാഗങ്ങൾ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത്. ഇതിന് കൃത്യമായും DNA സാമ്പിളുകൾ ശേഖരിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെയും ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മൃതദേഹവും ശരീരഭാഗങ്ങളും ലഭിച്ച ആ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ക്രൈം നമ്പറിൽ കൃത്യമായി ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നത്. പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ DNA പരിശോധനയിൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ ബന്ധുക്കളുടെ ആവശ്യമനുസരിച്ച് അത് പുറത്തെടുക്കേണ്ടി വരികയാണെങ്കിൽ അത് കൃത്യമായും തിരിച്ചറിഞ്ഞുകൊണ്ട് പുറത്തെടുക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നത്. മാത്രമല്ല ഈ മറവ് ചെയ്യുന്ന മൃതദേഹങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ, അത് നശിച്ചു പോകാത്ത തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഈ വിവരങ്ങൾ കൃത്യമായും രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എല്ലാം തന്നെ മറവ് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തേക്ക്, ഈ ശ്മശാനത്തേക്ക്, ഈ ശ്മശാനത്തിൻ്റെ പരിസരത്തേക്ക് ഈ മൃതദേഹവും ശരീരഭാഗങ്ങളും എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 6 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഇന്ന് ഉച്ചയോടുകൂടി അവസാനിപ്പിച്ചു. സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് സൈന്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ പാലം തകർന്ന് അവിടേക്ക് പ്രധാനപ്പെട്ട ദുരന്തബാധിത മേഖലകളിലേക്ക് കടക്കാൻ കഴിയാത്ത വിധം ദൗത്യസേനാംഗങ്ങളും നാട്ടുകാരും അവിടെ പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടാണ് ആ വലിയ പ്രതിസന്ധി പരിഹരിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ സമയബന്ധിതമായി തന്നെ സൈന്യം ആ ബെയിലി പാലം നിർമ്മിച്ചത്. പിന്നീട് ഈ രക്ഷാദൗത്യത്തിൻ്റെ തന്നെ നെടുംതൂൺ എന്ന് പറയുന്നത് ആ ബെയിലി പാലമായിരുന്നു. അതുവഴിയാണ് പിന്നീട് എല്ലാ വാഹനങ്ങളും, ഈ ദുരന്ത നിവാരണത്തിന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വാഹനങ്ങളെല്ലാം തന്നെയും കടന്നുപോയത്. അവിടെ ചൂരൽമലയിൽ പുതിയ ഒരു പാലം വരും വരെയും ഈ പാലം, ബെയിലി പാലം നിലനിർത്താനാണ് സൈന്യം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സംരക്ഷണത്തിനായി സൈനികരെ ഇവിടെ നിയോഗിച്ചിട്ടുമുണ്ട്. അവരൊഴികെ ഈ ബെയിലി പാലത്തിൻ്റെ സംരക്ഷണത്തിന് അതിൻ്റെ മേൽനോട്ടത്തിനുമായി നിയോഗിച്ചവരും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററിൽ സൈറൻ വാലി മേഖലയിൽ
പരിശോധനയ്ക്ക് പങ്കെടുക്കുന്നവരും ഒഴികെയുള്ള ബാക്കി എല്ലാവരും സൈനികരാണ് ഇവിടെ നിന്നും മടങ്ങിയത്. കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തെ അഭിനന്ദിച്ചതിന് ശേഷമായിരുന്നു ഈ സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മടങ്ങിയത്. അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലാ കലക്ടറേറ്റിൽ വെച്ച് യാത്രയയപ്പും സ്നേഹാദരപൂർവ്വമുള്ള യാത്രയയപ്പും അവർക്ക് നൽകുകയുണ്ടായി. നാളെ മുതൽ ഇനി ഊർജിതമായ തിരച്ചിൽ തുടരും. തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. ജനകീയ തിരച്ചിലിലേക്കാണ് ഇനി കടക്കുന്നത്. നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ ഈ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു തിരച്ചിലായിരിക്കും നാളെ മുതൽ ആരംഭിക്കുക. ഇന്നിപ്പോൾ കാലാവസ്ഥയെല്ലാം പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴയുള്ള കാലാവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായത്. അതുകൊണ്ട് ഈ തിരച്ചിലെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. നാളെ ഏതായാലും ഊർജിതമായി തന്നെ ഇത് ആരംഭിക്കാനാണ് മന്ത്രിമാർ ഉൾപ്പെടെ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരം ഈ മന്ത്രിതല സമിതി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് തിരച്ചിലിലുണ്ടായിട്ടുള്ള പുരോഗതി, ഏതെങ്കിലും തരത്തിലുള്ള ശരീര അവശിഷ്ടങ്ങളോ മൃതദേഹങ്ങളോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ മന്ത്രിതല വൈകുന്നേരത്തെ ഉന്നതതല യോഗത്തിൽ ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് മന്ത്രിമാർ വിശദീകരിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ നാളെ ഏത് രീതിയിലാണ് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യവും ആ രീതിയിൽ തന്നെയാണ് ഈ സർക്കാർ വൃത്തങ്ങൾ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും എല്ലാം തന്നെ അറിയിക്കുന്നത്. ഏതായാലും ഇനി പ്രധാനമായും ഇപ്പോൾ നടക്കാനുള്ളത് ഈ ശവസംസ്കാര ചടങ്ങുകൾ തന്നെയാണ്. തിരിച്ചറിയാത്ത ഒരു മൃതദേഹവും 6 ശരീരഭാഗങ്ങളുമാണ് അല്പസമയത്തിനകം ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ സ്ഥലത്ത് ഒരുക്കിയ ഈ ശ്മശാനത്തിൽ അത്തരത്തിലുള്ള ആദരവോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകളാണ് ഇനി അല്പസമയത്തിനകം നടക്കുക. ഷമി.